ഇവിടെ ഒരു നോർത്തിലൊരു CI ഉണ്ട്. അവന് വല്ലാത്ത ചൊറിച്ചിലാണ്. മാന്യത വിട്ടാൽ നിന്റെ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടും ഞങ്ങള്. ED ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് വിലാപിക്കുകയാണ് ഇപ്പോ രമേശ് ചെന്നിത്തലയും കോൺഗ്രസും ഒക്കെ. ഇതിപ്പോ ഒരു സാമ്പിൾ വെടിക്കെട്ടല്ലേ? ഇതിന്റെ അപ്പുറമുള്ള നല്ല പൂരം കാണാനല്ലേ പോവുള്ളൂ. ഇപ്പോ പാലക്കാട് ജില്ലയിലെ പോലീസിന്റെ ചില രീതികൾ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മാങ്കൂട്ടം MLA ഉണ്ടായിരുന്നല്ലോ. അയാളുടെ നേതൃത്വത്തിൽ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ആക്രമണം നടത്തി. അവിടെ ഉണ്ടായിരുന്ന CIന്റെ കോളറിൽ കയറി പിടിച്ച് അദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ ബട്ടൺ മുഴുവൻ വലിച്ചു കീറി. തോളിലെ നക്ഷത്രം അറ്റുപോയി. ഒരു കേസും എടുത്തില്ല. എന്നാൽ മെലിഞ്ഞാന്ന് SFIയുടെ പ്രവർത്തകർ സമാധാനപരമായി ഒരു മാർച്ച് നടത്തി. ആ മാർച്ചിൽ ബാരിക്കേഡ് മറിച്ചിട്ടതിന് എടുത്ത കേസ് PDP ആക്ടാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 10 വർഷക്കാലം ഈ കേരളം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഭരണം മാറിയതിനെ തുടർന്ന് ഏതാനും ദിവസങ്ങളായ VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ പോലീസും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോ ഇവിടെ ഒരു നോർത്തിലൊരു CI ഉണ്ട്. അവന് വല്ലാത്ത ചൊറിച്ചിലാണ്. ആ ചൊറിച്ചിലൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും കമ്മ്യൂണിസ്റ്റുകാരോടും കാണിക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് താക്കീതായി പറയാനുള്ളത്. അതൊന്നും വേണ്ട. മാന്യതയാണെങ്കിൽ അധിക മാന്യത കാണിക്കുന്നവരാ ഞങ്ങൾ. മാന്യത വിട്ടാൽ നിന്റെ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടും ഞങ്ങള്. അതിലൊന്നും യാതൊരു പേടിയും വേണ്ട. അവരൊരിക്കലും പേടിക്കൂല. ഇതൊക്കെ കണ്ടും അനുഭവിച്ചും നിന്നെക്കാളും ശക്തിയും കരുത്തുമുള്ള ഒരുപാട് പോലീസുകാരെ നേരിട്ടുമാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങളെ അടിച്ചൊതുക്കാൻ വേണ്ടി മാത്രം ഇവിടെ ഒരു DYSP ഉണ്ടായിരുന്നു. മുത്തങ്ങ സമരം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ആ കാലഘട്ടത്തിൽ ടൗണിലെ DYSP ആയിരുന്നു. അവനെക്കാളും ഭീകരനും ഗുണ്ടയായിട്ട് ഒരു DYSP ഒരുപക്ഷെ ഈ പാലക്കാട് ജില്ലയിൽ വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഗുണ്ടായുധം കാണിക്കാൻ പോലീസുകാർ മെനക്കെട്ടാൽ ആ ഗുണ്ടകളെ ഒതുക്കാനുള്ള കരുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ട് എന്ന് മനസ്സിലായിക്കൊള്ളണം. അതുകൊണ്ട് കേരളത്തിൽ ഭരണം മാറി എന്ന് വിചാരിച്ച് എന്ത് തോന്നിയാസവും ചെയ്യാ എന്നതാണ് കേരളത്തിലെ VD സതീശന്റെയും BJPയുടെ സഹായത്തോടുകൂടി നിങ്ങൾ എന്ത് പേക്കൂത്ത് നടത്തും എന്നതിന്റെ തെളിവാണ് സഖാവ് പിണറായിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. ED ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് വിലാപിക്കുകയാണ് ഇപ്പോ രമേശ് ചെന്നിത്തലയും കോൺഗ്രസും ഒക്കെ. ഇതിപ്പോ ഒരു സാമ്പിൾ വെടിക്കെട്ടല്ലേ? ഇതിന്റെ അപ്പുറമുള്ള നല്ല പൂരം കാണാനല്ലേ പോവുള്ളൂ. ഞങ്ങൾക്ക് ED ഇല്ല, ഒരു ചുക്കുമില്ല. രാജ്യത്തെ ബ്രിട്ടീഷ് പട്ടാളത്തെ നേരിട്ട് വളർന്നു വന്നവരാ. അവരുടെ മുമ്പിൽ തലകുനിക്കാതെ അലകിന്റെ അറ്റം ചെത്തിമിനുക്കിയിട്ട് ആ പോലീസ് സേനയെ ബ്രിട്ടീഷ് പട്ടാളത്തെ നേരിട്ട പാരമ്പര്യമുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ കരുത്തിലൊന്നും നിങ്ങൾക്ക് 7 അയലത്തെത്താൻ കഴിയില്ല എന്ന് കോൺഗ്രസും BJPയും മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത്തരം രീതികളൊക്കെല്ലാം മാറ്റി പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി നല്ല നിലയ്ക്ക് രാഷ്ട്രീയം പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. കേസെടുക്കണമെങ്കിൽ കേസെടുത്തോ, കേസിന്റെ രീതിയിൽ പൊക്കോട്ടെ. കേസിൽ തെറ്റായി ആരിടപെട്ടാലും ആരെയും സംരക്ഷിക്കുന്ന നിലപാടല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. അങ്ങനെ ഒരു നിലപാട് ഇന്നേ വരെ സ്വീകരിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഒരു കേസിന്റെ പേരിൽ CPMന്റെ സമുന്നത നേതാവായിട്ടുള്ള പിണറായിയെ വേട്ടയാടാം. അതിലൂടെ CPMനെ തകർക്കാം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ തകർക്കാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാം എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത് എങ്കിൽ ഇതിനേക്കാളും വീര്യത്തോടുകൂടി ചെറുത്തു നിൽക്കാനുള്ള കരുത്ത് കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഭാവി കേരളം തെളിയിക്കുക തന്നെ ചെയ്യും. എന്ത് സമയം തരാൻ? കരിയർ ആയിരുന്നില്ല നിന്റെ എക്സ്ക്യൂസ്. അമ്മ, ഇപ്പൊ എന്റെ ഡ്രീം കല്യാണം അല്ല അമ്മ. കേട്ടില്ലേ ഇത്? എത്ര കൂളായിട്ടാ മോള് കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്. കല്യാണം നടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്ന എത്ര കുട്ടികളുണ്ട് നമ്മുടെ നാട്ടില്. ശരിയാണ്. അതിൽ ചില സ്വപ്നങ്ങളെങ്കിലും യാഥാർത്ഥ്യമാക്കലാണ് ഇനി എന്റെ ചലഞ്ച്. നീയാണ് സ്വർണം, നിനക്കാണ് തിളക്കം.